Hello guys, welcome back to another video of Explore. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത റിയൽമിയുടെ 5 Pro എന്ന മോഡലിന്റെ വിശേഷങ്ങളെ പറ്റിയാണ്. നമുക്ക് ഫോണിന്റെ റിയർ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. വളരെയധികം പ്രീമിയം ലുക്ക് നൽകുന്ന ക്രിസ്റ്റൽ കട്ട് ഡിസൈൻ ആണ് റിയൽമി 5 Proയിലും യൂസ് ചെയ്തിരിക്കുന്നത്. റിയൽമിയുടെ മറ്റ് ഫോണുകളിൽ യൂസ് ചെയ്തിരിക്കുന്ന സെയിം മെറ്റീരിയൽ ആയിട്ടുള്ള പോളികാർബണേറ്റ് തന്നെയാണ് റിയൽമി 5 Proയിലും യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫോണിന്റെ മെയിൻ അട്രാക്ഷൻ ആയ ക്വാഡ് ക്യാമറാസ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വളരെ ഡീസന്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ്. തൊട്ടടുത്ത് തന്നെ ഒരു സിംഗിൾ ലൈൻ ഫ്ലാഷ് കൂടി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഫിംഗർ പ്രിന്റിന് ചുറ്റും നമുക്കൊരു ക്രോമിയം ഫിനിഷും കാണാൻ കഴിയും. റിയൽമി 5 Proയിൽ എടുത്തു പറയേണ്ട ഒരു പ്രധാന ഫീച്ചർ അതിന്റെ സി പോർട്ട് തന്നെയാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഫോണിൽ നിന്നൊക്കെ ഓഡിയോ ജാക്ക് റിമൂവ് ചെയ്യുമ്പോഴും 5 Proയിൽ ഓഡിയോ ജാക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട്. സ്പീക്കറിനെ പറ്റി പറയുകയാണെങ്കിൽ സൂപ്പർ ലീനിയർ സ്പീക്കർ എന്ന് പറയുന്ന ഒരു സ്പീക്കറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതായത് ഒരു സ്പീക്കറിൽ നിന്ന് തന്നെ മാക്സിമം സൗണ്ട് ഔട്ട്പുട്ട് കിട്ടത്തക്ക രീതിയിലുള്ളൊരു ഡിസൈനാണ് 5 Proയ്ക്ക് നൽകിയിട്ടുള്ളത്. എടുത്തു പറയേണ്ട മറ്റൊരു ഫീച്ചർ ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 712ന്റെ 2.3 GHz ക്ലോക്ക് സ്പീഡുള്ള ഒരു പ്രൊസസ്സറാണ് ഇതിന് കരുത്തു പകരുന്നത്. അതുപോലെ തന്നെ ഫോൺ 3 വേരിയന്റുകളിലാണ് വരുന്നത്. 4GB ആൻഡ് 6GB വിത്ത് 64GB ഇന്റേണലും 8GB റാം വിത്ത് 128GB ഇന്റേണലുമാണ് 3 വേരിയന്റുകൾ. റിയൽമി 3 Proയുടെ പ്രൊസസ്സറുമായി കമ്പയർ ചെയ്യുമ്പോൾ 5 Proയുടെ പ്രൊസസ്സറായ 712 തന്നെയാണ് ഒരുപടി മുന്നിൽ നിൽക്കുന്നത്. ഡിസ്പ്ലേയെ പറ്റി പറയാനാണെങ്കിൽ 6.3 ഇഞ്ച് അഥവാ 16 സെന്റിമീറ്റർ IPS LCD ഫുൾ HD+ സ്ക്രീനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വിത്ത് ഗൊറില്ല ഗ്ലാസ് 3+ന്റെ പ്രൊട്ടക്ഷനോട് കൂടിയാണ് 5 Pro വരുന്നത്. 3 Proയുമായി കമ്പയർ ചെയ്യുമ്പോൾ കാര്യമായ മാറ്റമൊന്നുമില്ലെങ്കിലും മിനി ഡ്രോപ്പ് ഡിസ്പ്ലേ എന്ന നോച്ചാണ് 5 Proയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫോണിന്റെ മെയിൻ അട്രാക്ഷനായ ക്യാമറ സെറ്റപ്പിലേക്ക് പോകാം. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് 5 Proയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. f2.25 അപ്പാർച്ചറോട് കൂടിയ 8MP വൈഡ് ആംഗിൾ ക്യാമറയാണ് റിയൽമി 5 Proയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 119 ഡിഗ്രി വരെ വൈഡ് ആയിട്ടുള്ള ഫോട്ടോസ് നമുക്ക് റിയൽമി 5 Pro കൊണ്ട് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇതിന്റെ മെയിൻ ക്യാമറ നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള സോണി IMX586ന്റെ 48MP ക്യാമറയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ റെഡ്മി 7 Proയിൽ യൂസ് ചെയ്തിരിക്കുന്ന സെയിം ക്യാമറ. പോർട്രേറ്റ് മോഡിലും മാക്രോ മോഡിലും ഫോട്ടോസ് ഷൂട്ട് ചെയ്യാനായിട്ട് f2.4 അപ്പാർച്ചറോട് കൂടിയ 2 2MP ക്യാമറാസ് ആണ് 5 Proയിൽ വരുന്നത്. റിയൽമി 3 Proയിൽ നിന്നൊരു ഡീഗ്രഡേഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിന്റെ സെൽഫി ക്യാമറ മാത്രമാണ്. 25 മെഗാപിക്സൽ ക്യാമറയിൽ നിന്ന് കുറഞ്ഞ് 16 മെഗാപിക്സൽ ആയിട്ടുണ്ടെങ്കിലും ബെറ്റർ പെർഫോമൻസ് കിട്ടുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. റിയൽമി 5 Proയിൽ ഷൂട്ട് ചെയ്ത കുറച്ച് ഫോട്ടോസ് ആണ് നമ്മളിവിടെ കാണുന്നത്. വളരെയധികം ഡീസന്റ് ആയിട്ടുള്ള സാച്ചുറേഷനും അതുപോലെ തന്നെ കോൺട്രാസ്റ്റുമാണ് നമുക്ക് ഈ ഫോട്ടോയിൽ കാണാൻ കഴിയുന്നത്. നൈറ്റ് മോഡിൽ ഷൂട്ട് ചെയ്യുമ്പോൾ പോലും വളരെയധികം ഡിസ്റ്റോർട്ടഡ് അല്ലാത്ത നല്ലൊരു ഇമേജ് നൽകാൻ 5 Proയ്ക്ക് കഴിയുന്നുണ്ട്. വൈഡ് ആംഗിൾ ക്യാമറയും നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് 5 Proയിൽ നൽകുന്നതെന്ന് നമുക്ക് ഈ ഫോട്ടോസ് കാണുമ്പോൾ തിരിച്ചറിയാം. വളരെയധികം നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് മാക്രോ മോഡിൽ ഷൂട്ട് ചെയ്യുമ്പോഴും നമുക്ക് 5 Pro തരുന്നത്. ഈ റേഞ്ചിൽ വരുന്ന മറ്റ് ഫോണുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഡീസന്റ് ആയിട്ടുള്ള ഒരു നൈറ്റ് മോഡ് തന്നെയാണ് 5 Proയും നമുക്ക് എൻഷുർ ചെയ്യുന്നത്. 1x, 2x, 5x എന്നീ 3 സൂമിംഗ് മോഡുകളോട് കൂടിയാണ് 5 Pro വരുന്നത്. ഈ സെഗ്മെന്റിൽ വരുന്ന മറ്റ് 2 ഫോണുകളായ റെഡ്മി നോട്ട് 7 Proയും റിയൽമി 3 Proയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് റിയൽമി 5 Pro കാഴ്ചവെക്കുന്നത്. വളരെയധികം ഗ്രാഫിക്സ് ഇന്റൻസീവ് ആയിട്ടുള്ള PUBG, ആസ്ഫാൾട്ട് പോലുള്ള ഗെയിമൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ ഇതിൽ കളിക്കാൻ പറ്റുമെന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. ഇനി ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ വളരെ കരുത്തുറ്റ 4035 mAh ബാറ്ററിയാണ് റിയൽമി 5 Proയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വൂക്ക് ചാർജർ 3.0യും സപ്പോർട്ടബിൾ ആണ്. ആൻഡ്രോയിഡ് 9 Pie അധിഷ്ഠിതമായി വർക്ക് ചെയ്യുന്ന ColorOS 6 ആണ് 5 Proയുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇനി വിലയെപ്പറ്റി പറയാനാണെങ്കിൽ 4GB 64GB വേരിയന്റിന് 13,999 രൂപയും 6GB 64GB വേരിയന്റിന് 14,999 രൂപയും 8GB 128GB വേരിയന്റിന് 16,999 രൂപയും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക.